വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 12. വീട്ടിലേക്ക് കയറുമ്പോൾ ഷാനുവിന്റെ നെഞ്ചിടിപ്പ് കൂടി. എങ്ങനെ എല്ലാവരെയും ഫേസ് ചെയ്യും എന്ന് അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. അകത്തേക്ക് കയറിയ ഉടനെ മറ്റാരെയും ശ്രദ്ധിക്കാതെ അവൻ നേരെ മുകളിലേക്ക് കയറി. ന്യൂറയോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കുമെന്ന് അവൻ ചിന്തിച്ചു. കുളിച്ച് ഫ്രഷായി അവൻ നേരെ ന്യൂറയുടെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവൾ എൻഗേജ്മെന്റിന് ഇടാനുള്ള ഡ്രസ്സിന്റെയും ഓർണമെന്റ്സിന്റെയും മോഡൽ നോക്കുകയായിരുന്നു. അവൻ വാതിൽ തുറന്നു വന്നതും അവൾ അടുത്തു വന്ന് അവനെ പിടിച്ച് ബെഡിലിരുത്തി. ഷാനു, നോക്ക്, എനിക്ക് ഈ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. ബട്ട് ഷഹാന പറയുന്നു അവൾക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. താൻ നോക്കി വെച്ച രണ്ട് ഡിസൈനും മാറി മാറി കാണിച്ചുകൊണ്ട് പറയുമ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൻ നിന്നുപോയി. ഷാനു, പറ, തനിക്ക് ഏതാ ഇഷ്ടമായത്? അവൾ അവനെ നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. അത് പിന്നെ എനിക്ക്... അവൻ നിന്ന് വിയർത്തു. ഇക്കാക്ക, ഞാൻ പറഞ്ഞ മോഡലല്ലേ കൂടുതൽ നല്ലത്? ഷഹാനയും ഇടയിൽ കയറി പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഷാനുവിനും ഇഷ്ടമായതേ ഞാൻ സെലക്ട് ചെയ്യൂ. നാണത്തോടെ അവന്റെ ചുമലിൽ തല ചായച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവന്റെ നെഞ്ചിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. പറ ഷാനു. അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ന്യൂറക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അവൻ സെലക്ട് ചെയ്തു. കണ്ടോ, എന്റെ ഇഷ്ടാ ഷാനുവിന്റെയും. ഷഹാനിയെ കളിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഉമ്മയും നിങ്ങളുമൊക്കെ പുറത്താവില്ലേ? പിണക്കത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ മുഖം തിരിച്ചു. അപ്പോഴും ഷാനു മറുത്തൊന്നും പറയാൻ കഴിയാതെ അതേ ഇരിപ്പ് തുടർന്നു. ഈ ഷാനുവിന് ഇതെന്തു പറ്റി? എന്താ ഒരു ഉഷാറില്ലാത്തെ? അവന്റെ മുഖത്തെ വിഷമം കണ്ട് നൂറ ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. ഞാൻ പോട്ടെ, കുറച്ച് വർക്കുണ്ട്. അതും പറഞ്ഞവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. നൂറ നല്ല സന്തോഷത്തിലാണ്. അവളെ എങ്ങനെ ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് കരുതി അവനാകെ ടെൻഷനായി. കല്യാണത്തിൽ നിന്നും പിന്മാറാൻ അവൾ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു പേടിയും അവനിൽ നിറഞ്ഞു. ഉറക്കം കിട്ടാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോഴാണ് അവൻ ഉമ്മാമയുടെ കാര്യം ആലോചിച്ചത്. ഉമ്മാമക്ക് തന്റെ അവസ്ഥ മനസ്സിലാവും. അവൻ നേരെ ഉമ്മാമയുടെ റൂമിലേക്ക് പോയി. വാതിൽ കുറ്റിയിടാറില്ലാത്തത് കൊണ്ട് അവൻ പതുക്കെ ഒന്ന് തള്ളി. അവരവിടെ കിടക്കയിലിരുന്ന് എന്തോ ദിക്റ് ചൊല്ലുകയായിരുന്നു. അവനെ കണ്ടതും അവരൊന്ന് സംശയിച്ചു. എന്താ മോനെ ഈ സമയത്ത്? എന്തു പറ്റി നിനക്ക്? അവൻ അവനെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ ഉമ്മാമ ഇരിക്കുന്നതിന് അടുത്തായി ചെന്നിരുന്നു. എന്തൊക്കെയാ ഉമ്മാമ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ തന്റെ ഉള്ളിലുള്ള വിഷമം അവർക്ക് മുന്നിലായി തുറന്നു കാട്ടി. ഞാനും നിന്നോട് അതേപ്പറ്റി ചോദിക്കാനിരിക്കുകയായിരുന്നു. നിനക്ക് നിയമോളോട് ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ നീ നൂറയെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചത്? ഒരു സംശയത്തോടെയാണ് ഉമ്മാമ അത് ചോദിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഉമ്മാമക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോ എളാപ്പ ചോദിച്ചതിന് അറിയാതെ ഓക്കെ എന്ന് തലയാട്ടിപ്പോയി. പക്ഷേ അതെന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള സമ്മതമാണ് ഞാൻ നൽകിയത് എന്നറിഞ്ഞില്ല. അവനത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായും അവസാനമായും ഈ ഷാനവാസ് സ്നേഹിച്ച പെണ്ണ് ലിയ മാത്രമാണ്. അവിടെ മറ്റൊരാൾക്കും സ്ഥാനമുണ്ടാവില്ല. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും ഈ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ എന്റെ മനസ്സിൽ അവൾ ഇടം പിടിച്ചിരുന്നു. ഇനി അവിടുന്ന് അവളെ പറിച്ചു മാറ്റാൻ എന്നെക്കൊണ്ടാവില്ലോ മാമ. അതും പറഞ്ഞവൻ അവരുടെ മടിയിലേക്ക് മുഖം പൊത്തിക്കിടന്നു. എന്റെ മോൻ വിഷമിക്കേണ്ട, ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ പെട്ടെന്നൊന്നും ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആയിഷക്കും ഈ ബന്ധത്തിൽ അത്ര വലിയ ഇഷ്ടമാണ്. അവളും എന്റെ മോളല്ലേ. ആരെയും വിഷമിപ്പിക്കാതെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണണം. ഉമ്മാമ പറഞ്ഞത് ശരിയാണെന്ന് ഷാനുവിനും തോന്നി. ചിലപ്പോ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നായിരുന്ന കുടുംബം പോലും താൻ കാരണം നശിക്കും എന്നവനും തോന്നി. പിറ്റേന്ന് രാവിലെ ഷാനു ഉണരുമ്പോൾ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള
തയ്യാറെടുപ്പിലായിരുന്നു. ഇതെന്താ രാവിലെ തന്നെ എല്ലാവരും എങ്ങോട്ടാ പോകുന്നേ? എടാ, ഇന്നല്ലേ മെഹന്തി ഫംഗ്ഷൻ. നമ്മള് കുടുംബക്കാരല്ലേ നേരത്തെ പോകേണ്ടത്. ആമിന അവനെ നോക്കിക്കൊണ്ടു തന്റെ ചുരിദാറിന്റെ കളറിന് മേച്ചാവുന്ന ഒരു ഷാൾ തിരഞ്ഞു. ഇതെവിടെ പോയി? അല്ലെങ്കിലും ആവശ്യത്തിന് നോക്കിയാ ഒന്നും കാണില്ല. അവർ പിറുപിറുത്തു. ഇതല്ലേ ഉമ്മ തിരയുന്നേ? ഷാനു ഷോപ്പിംഗ് കവറിന് താഴെ കിടക്കുന്ന ഷാൾ എടുത്തു കൊടുത്തുകൊണ്ട് ചോദിച്ചു. കിട്ടിയോ? ഞാൻ കരുതി ഇനി അതേ കളറുള്ള ഷാള് പോകുമ്പോ വാങ്ങേണ്ടി വരുമെന്ന്. അതിന് ഉമ്മ എന്തിനാ ഇത്രയും കാര്യമായി ഒരുങ്ങുന്നേ? അവിടെയുള്ളവരൊന്നും ഉമ്മാനെ നോക്കാനല്ലല്ലോ വരുന്നേ, അവൻ കളിയായി പറഞ്ഞു. ഒന്ന് പോടാ, ഇനി അടുത്ത കല്യാണ ചെക്കന്റെ ഉമ്മയല്ലേ ഞാൻ. അപ്പോ ഇപ്പോഴേ ഒന്ന് ഒരുങ്ങി നിൽക്കുന്നത് നല്ലതല്ലേ? ആമിന ഷാനുവിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞത്. അത് കേട്ടതും അവനൊന്നും പറയാതെ മുകളിലേക്കുള്ള പടികൾ കയറി. ഡാ, നീ പെട്ടെന്ന് റെഡിയായി വരണേ. നീ വരുമ്പോ ഷഹാനെയും നൂറയെയും കൂട്ടണം. അവർ റെഡിയായി വരുമ്പോഴേക്കും ഞങ്ങൾക്കങ്ങ് എത്താം. പടികൾ കയറുന്ന അവരെ നോക്കിക്കൊണ്ട് ഉമ്മ വിളിച്ചു പറഞ്ഞു. ഷാനു റെഡിയായി നേരെ ഷഹാനയുടെ റൂമിലേക്ക് പോയി. മോളു, പെട്ടെന്ന് ഇറങ്ങേ, ഉമ്മ ഇപ്പൊ തന്നെ കുറെ തവണ വിളിച്ചു. ആ ഇക്ക, എന്റെ ഒക്കെ കഴിഞ്ഞു. നിങ്ങളുടെ പെണ്ണിന്റെയാ ഇനിയും ഒരുക്കം കഴിയാത്തത്. വാതിൽ തുറന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടുന്ന നൂറിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ദേ, എന്റെയും കഴിഞ്ഞു. ചുണ്ടിലെ ചായം തേപ്പ് കഴിഞ്ഞതും നൂറയും ഇറങ്ങി വന്നു. നോക്ക് ഷാനു, ഇപ്പോ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അവളൊന്ന് നിവർന്നു നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. മുഖം നിറയെ ചായം പൂശിയുള്ള അവളുടെ കോലം കണ്ടതും ഈ സമയങ്ങൾ ഒന്നുമില്ലാത്ത തന്റെ ലിയ എന്ത് സുന്ദരിയാണ് എന്ന് അവൻ ഒരു നിമിഷം ഓർത്തുപോയി. കണ്ടോടി, നിന്തിക്കാക്ക ഇപ്പോഴേ എന്റെ ലുക്കിൽ മതിമറന്ന് നിൽക്കുന്നത്. അപ്പോ നാളത്തെ എന്റെ ലുക്ക് കണ്ട ഷാനു എന്റെ മുഖത്തിന്ന് കണ്ണെടുക്കില്ല. നോറയുടെ സംസാരത്തിൽ നിന്നാണ് ഷാനുവിന് ബോധം വന്നത്. തന്റെ മനസ്സിൽ ലിയ ആയിരുന്നെങ്കിലും കണ്ണ് നോറയുടെ നേരെയാണെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. വാ പോകാം, അതും പറഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നവൻ. അവന് പിറകിലായി അവരും. ഞാൻ ആ ഫ്രണ്ടിൽ ഇരിക്കുക. അല്ല ഞാനാ. രണ്ടുപേരും ചേർന്ന് തല്ലുപിടുത്തമാണ്. നീ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിരുന്നോ? ഇപ്പോ ഞാനാ എന്റെ ഇക്കാന്റെ കൂടെ ഇരിക്കുന്നേ. അതും പറഞ്ഞ് നൂറിയെ തള്ളിമാറ്റിക്കൊണ്ട് ഷഹാന ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. കുശുമ്പോടെ നൂറ പിന്നിലേക്ക് കയറി. നോക്കിക്കോടി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ നിന്നെ ഞാൻ ഒരിക്കലും അവിടെ ഇരുത്തില്ല. അല്ലേ ഷാനു? അത്രയും പറഞ്ഞവൾ ഡ്രൈവിംഗ് സീറ്റിലായി ഇരിക്കുന്ന അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. വീട് നൂറ, ഞാൻ വണ്ടി എടുക്കട്ടെ. അവൾ അവനെ ചുറ്റിപ്പിടിച്ചത് ഇഷ്ടമാവാതെ ബലമായി അവളുടെ കൈകൾ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അയ്യോ പാവം. ഷഹാന നൂറയെ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും മുഖം വീർപ്പിച്ചവൾ പിന്നിലെ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ഷാനയോട് അടിപിടി കൂടുമെങ്കിലും അവർ തമ്മിൽ നല്ല കൂട്ടാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഷാനുവും തടയാനൊന്നും നിൽക്കാത്തതും. കല്യാണ വീടെത്തിയപ്പോഴേക്കും അവരെ രണ്ടുപേരെയും കാണാനും മറ്റു ബന്ധുക്കൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത മണവാളനും പെണ്ണും എത്തിയല്ലോ. കൂട്ടത്തിൽ നിന്നും അവരുടെ ഒരു കസിൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് നൂറ നാണം കൊണ്ട് തല താഴ്ത്തി നിന്നു. എന്നാൽ ഷാനുവിന് അതൊക്കെ കേൾക്കുമ്പോൾ കലിയാണ് വരുന്നത്. എങ്കിലും അത് പുറത്തു കാട്ടാതെ എല്ലാവരോടും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. സൈഫു എവിടെ അമ്മായി? ഷാനു അവരോട് ചോദിച്ചു. അവൻ അകത്തുണ്ട്, നിങ്ങൾ കേറി വാ. അവൻ അകത്തേക്ക് കയറി. ദാ, നീ വന്നോ? ഷാനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൈഫ് ചോദിച്ചു. അല്ല, ഇതാര് നൂറിയോ? വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അവന് പിന്നിലായി നിന്നിരുന്ന നൂറയെ നോക്കിക്കൊണ്ട് സൈഫ് പറഞ്ഞു. അത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, അവൾ നാണം കലർന്ന ചിരിയോടെ പറഞ്ഞു. എന്നാ കല്യാണ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തോ? അവരുടെ തന്നെ മറ്റൊരു കസിന അയാൻ ചോദിച്ചു. അയാനും സൈഫും ഷാനുവും ഏകദേശം സമപ്രായക്കാരാണ്. ഇല്ലടാ, ഈ കല്യാണ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. നൂറ പറഞ്ഞതും അയാൻ ഒന്ന് ഷാനുവിനെ നോക്കി. എന്താ ഷാനു, എനിക്ക് കല്യാണക്കാര്യം ചോദിക്കുമ്പോ മാത്രമൊന്നും പറയാനില്ലേ? അവന്റെ മുഖത്തെ ഇഷ്ടക്കുറവ് കണ്ടുപിടിച്ചതുപോലുള്ള
അയാളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് ഞെട്ടി. ഈ ഷാനുവിന് ഈ കാര്യത്തിൽ വല്ലാത്ത നാണമാണ്. എനിക്ക് പോലും ഇത്രയും നാണമില്ല. അതും പറഞ്ഞ് നൂറ അവനരികിലായി ചെന്ന് ഒരു നുള്ളു വെച്ചു കൊടുത്തു. അപ്പോഴും ഷാനുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അയാൻ. ഷാനുവിന്റെ ഇഷ്ടക്കുറവ് കണ്ട അവന്റെ കണ്ണിൽ ഒരു തിളക്കം വന്നു. കുഞ്ഞുനാൾ മുതലേ ഈ അയാന്റെ ഉള്ളിൽ കിടന്ന പെണ്ണാണ് നൂറ നീ. ദുബായിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തു പോയപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എനിക്കാണ്. പറയാതെ പോയ എന്റെ പ്രണയം ഉള്ളിൽ എന്നും ഒരു നോവായി തന്നെ ഉണ്ടായിരുന്നു. ഓരോ തവണ ലീവിന് വരുമ്പോഴും തുറന്നു പറയണം എന്നാഗ്രഹിച്ചിട്ടും എന്തോ അത് പറയാനുള്ള ധൈര്യം മാത്രം എനിക്ക് കിട്ടിയില്ല. ഇത്തവണ നീ വന്നാൽ എന്തായാലും ഈ വർഷക്കാലം അത്രയും ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന എന്റെ സ്നേഹം നിനക്ക് മുന്നിൽ തുറന്നു കാട്ടണം എന്ന് കരുതിയതുമാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നിന്റെയും ഷാനുവിന്റെയും കല്യാണക്കാര്യം കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി. ഉള്ളിൽ കൊണ്ടു നടന്ന എന്റെ പ്രണയം, എന്റെ പ്രാണൻ എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴുള്ള എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. മറ്റാരും അറിയാതെയുള്ള പ്രണയമായതുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും തന്റെ സങ്കടം തുറന്നു കാട്ടാനും വയ്യാതെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ വിങ്ങി പൊട്ടുകയാണ് ഞാൻ. ആരോരും കാണാതെ നോറയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഇല്ല, നിന്നെ ഒരിക്കലും ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ഡാ, ആ പെർഫ്യൂമിങ് എടുക്ക്. മറ്റേതോ ലോകത്തായിരുന്ന അയാന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് സൈഫ് പറഞ്ഞു. നീ ഇതെന്താ ആലോചിക്കുന്നേ? അവനെ നോക്കിക്കൊണ്ട് സൈഫുവിന്റെ അനിയൻ സഹൽ ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ എന്തോ ആലോചിച്ചങ്ങനെ നിന്നുപോയതാ, അവൻ പറഞ്ഞു. ഞങ്ങള് കരുതി നീ നിന്റെ കല്യാണവും സ്വപ്നം കണ്ട് നിൽക്കുകയാവുമെന്ന്. അല്ല, ഷാനുവിനും പെണ്ണായി. അടുത്തതിനി നിന്റെ കറുക്ക. വേഗം പെണ്ണിനെ സെറ്റാക്കി വെച്ചോ. മറ്റൊരു കസിൻ പറഞ്ഞതും അവനൊന്ന് ചുമല് കൂച്ചി. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ആദ്യം നീ ഒന്ന് റെഡിയാവ്. അതും പറഞ്ഞ് അയാൻ റൂമിൽ നിന്നും ഇറങ്ങി. മെഹന്തി ഫംഗ്ഷനൊക്കെ അടിപൊളിയായി നടക്കുന്നുണ്ട്. എല്ലാവരും മജന്ത കളറിലുള്ള ഡ്രസ്സാണ് ധരിച്ചത്. ചെറുക്കനെ എല്ലാവരും ചേർന്ന് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണിപ്പോൾ. ഡി, കുറെ വാരി പൊത്തല്ലേ, എനിക്കിത് അലർജിയാണ്, സൈഫു കൈ കൂപ്പിക്കൊണ്ട് നൂറയോട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഇന്ന് നിനക്ക് ഡയലോഗ്സ് ഇല്ല. ഞങ്ങൾ ചെയ്യുന്നത് നോക്കി നിൽക്കല് മാത്രം. അതും പറഞ്ഞ് നൂറ രണ്ട് കൈയിലും നിറയെ മഞ്ഞളെടുത്ത് സൈഫുവിന്റെ രണ്ട് കവളിലും നന്നായി തേച്ചു പിടിപ്പിച്ചു. നീ നോക്കിക്കോടി ദുഷ്ടേ, നിന്റെ കല്യാണത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്. മുഖം വീർപ്പിച്ചു പറയുന്ന അവനെ നോക്കി പല്ല് കാണിച്ച് നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചവൾ. ഈ സാധനത്തിനെ കെട്ടിയ നിന്റെ ജീവിതം പോക്കാ മോനെ. അടുത്തതായി വരുന്ന ഷാനുവിനോട് ദയനീയമായി സൈഫ് പറഞ്ഞു. അത് കേട്ടതും അവരൊന്ന് ചിരിച്ചു. മഞ്ഞൾ ചടങ്ങിന് ശേഷം എല്ലാവരും ചേർന്ന് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. തന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ നൂറ ഷാനുവിനെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവനത് നിരസിച്ചു. വാ, നമുക്ക് കളിക്കാം. സങ്കടപ്പെട്ടു നിൽക്കുന്ന അവളുടെ അടുത്തേക്കായി വന്ന് അയാൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ലവൾ അവന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അയാനെ അതൊരു വലിയ സന്തോഷമായി മാറി. താൻ ആഗ്രഹിച്ച പെണ്ണ് തന്റെ കൂടെ ഇതാ എല്ലാവർക്കും മുന്നിലും നിന്ന് ഡാൻസ് ചെയ്യുന്നു. അവളെ വട്ടം കറക്കിയും ചുറ്റിച്ചുമെല്ലാം കുറെ സമയം അവൻ അങ്ങനെ കളിച്ചു. എന്നാൽ ഷാനു ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ലായിരുന്നു. അവനെ നിന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. എന്തിനെ, നിന്നൊന്ന് നോക്കുന്നു പോലുമില്ല. ആ അവനെയാണോ നീ കല്യാണം കഴിക്കുന്നത്? അയാന്റെ ആ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ നൂറ ഡാൻസ് നിർത്തി പിന്നോട്ട് നിന്നു. അവനും പെട്ടെന്നങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. നൂറ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് അങ്ങനെ തോന്നിയപ്പോ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. താനത് വിട്ടുകളാ. അവളുടെ മുഖത്തെ സങ്കടം കണ്ടു സഹിക്കാനാവാതെ അയാൻ പറഞ്ഞു. നോക്കയാൻ, ഞങ്ങളുടെ ഈ കല്യാണക്കാര്യം പെട്ടെന്നുണ്ടായതല്ലേ. ചിലപ്പോ അതിന്റെ ടെൻഷൻ എന്തെങ്കിലും ആവും. ആർക്കായാലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണ്ടിവരും. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഷാനുവിനെ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അവന്റെ മനസ്സിൽ
ഞാൻ മാത്രമേ ഉള്ളൂ, അതെനിക്ക് ഉറപ്പാ. അത്രയും പറഞ്ഞവൾ അവനിൽ നിന്നും തിരിച്ചു നടന്നു. എങ്കിലും ഷാനുവിന്റെ പെരുമാറ്റത്തിൽ അവന് നല്ല സംശയം തോന്നി. എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തണം എന്നവൻ മനസ്സിൽ കരുതി. ഷാനുവിന് ഇഷ്ടമില്ലെങ്കിൽ തന്റെ റൂട്ട് ക്ലിയർ ആകുമെന്നതാണ് അവന്റെ ആശ്വാസം. പിറ്റേന്ന് കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. പെണ്ണിന്റെ വീടിനടുത്തായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് റെഡിയായി. എല്ലാവരുടെയും സാരിയാണ് വേഷം. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ഷാനു സെലക്ട് ചെയ്ത സാരിയിൽ താൻ ഒന്നുകൂടി സുന്ദരിയായതുപോലെ നൂറയ്ക്ക് തോന്നി. അവന്റെ സെലക്ഷൻ കൊള്ളാം, തനിക്കിത് നന്നായി ചേരുന്നുണ്ട്. ഇനി അവനെ ഒന്ന് കാണിച്ച് അവന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ എല്ലാം ഓക്കെയായി, അവൾ മനസ്സിലോർത്തു. നൂറ, നിന്നെ ഈ സാരിയിൽ എന്നെ ഒരു മൊഞ്ചാണെന്നറിയോ? അവളെ തന്നെ നോക്കിക്കൊണ്ട് ഷഹാന പറഞ്ഞു. എന്തായാലും എന്റെ ഇക്കാന്റെ സെലക്ഷൻ കൊള്ളാം. സാരിയാണോ അത് പെണ്ണാണോ? അവളെ പുരികമുയർത്തി നോക്കിക്കൊണ്ട് നൂറ ചോദിച്ചു. സാരിയും കൊള്ളാം, പെണ്ണും കൊള്ളാം. നൂറയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അതിന് ഷഹാന മറുപടി പറഞ്ഞത്. വേഗം വാ, എല്ലാവരും ഇപ്പൊ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി കാണും. ഷഹാന ധൃതിയിൽ നൂറയുടെ കൈപിടിച്ചുകൊണ്ട് നടന്നു. മക്കളെ, നിങ്ങള് അയാന്റെ കൂടെ കാറിൽ അങ്ങോട്ട് പോയിക്കോ, അമ്മായി പറഞ്ഞതും ഷാനു ഇല്ലേ എന്ന് നൂറ ചോദിച്ചു. ഷാനു ഉമ്മാമാനെയും ബാക്കി കുറച്ച് ആളെയും കൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അയാന്റെ കൂടെ വന്നോ? തന്നെയും കാത്ത് ഷാനു വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതിയ നൂറയ്ക്ക് അവൻ പോയെന്ന് കേട്ടപ്പോൾ എന്തോ പോലെയായി. താൻ ഈ ഒരുങ്ങിയത് തന്നെ അവനെ കാണാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ടിപ്പോ ഓർക്കും തോറും തൊണ്ടക്കുഴിയിൽ ഒരു കരച്ചിൽ വിങ്ങി നിൽക്കുന്നതായി അവൾക്ക് തോന്നി. താൻ വിഷമിക്കാതെ, ഇക്ക അവിടെ തന്നെ ഉണ്ടാവില്ലേ? നമുക്ക് അവിടെ ചെന്ന് കണ്ടാ പോരെ? അവളുടെ വിഷമം മനസ്സിലാക്കിയതുപോലെ ഷഹാന അവളെ ആശ്വസിപ്പിച്ചു. നിന്ന് ചുറ്റിക്കളിക്കാതെ വേഗം ഇറങ്ങു മക്കളെ, അമ്മായി പറഞ്ഞതും രണ്ടുപേരും പുറത്തേക്കിറങ്ങി. കാറിനരികിലായി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്ന അയാൻ ആ കാഴ്ച കണ്ട് വാ പൊളിച്ചു നിന്നു. പിങ്ക് കളർ സാരിയിൽ മൊഞ്ചത്തിയായി വരുന്ന നൂറ. ലെങ്തി ആയിട്ടുള്ള മുടി അഴിച്ചിട്ട് പാറി പറക്കുന്നുണ്ട്. അവ ചെവിക്ക് പിറകിലായി ഒതുക്കിക്കൊണ്ട് നടന്നു വരുന്ന അവളെ കണ്ടതും പരിസരം മറന്ന് അവൻ അങ്ങനെ നിന്നു. വാ പോകാം, ഷഹാന പറഞ്ഞതും അവൻ നൂറയിൽ നിന്നും കണ്ണെടുത്തു. എന്ത് മൊഞ്ചാണ് പെണ്ണേ നീ, അവൻ പറഞ്ഞതും നൂറ മുഖമുയർത്തി അവനെ നോക്കി ചിരിച്ചു. പക്ഷേ താൻ ആദ്യമായി കേൾക്കാൻ ആഗ്രഹിച്ച ആളിൽ നിന്നല്ല ഈ പ്രശംസ എന്നോർത്തപ്പോൾ ഉള്ളിൽ സങ്കടവും തോന്നി. അപ്പോ എന്നെ കാണാൻ കൊള്ളില്ലേ? മുഖം വീർപ്പിച്ച് ചോദിക്കുന്ന ഷഹാനയെ കണ്ടതും അവന് ചിരി വന്നു. അത് പറയാനുണ്ടോ ഷാനക്കുട്ടി, നീ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ? സത്യത്തിൽ ലൈറ്റ് ഗ്രീൻ കളർ സാരിയിൽ അവളെയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആർക്കും ഇപ്പോ എന്നെ വേണ്ട, ദാ ഇവള് വന്നപ്പോ മുതൽ എല്ലാവർക്കും ഇവളെ മാത്രം മതി, പരിഭവത്തോടെ അവൾ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലടി, നീ വാ, നമുക്ക് പോണ്ടേ, അവിടെ എല്ലാവരും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അവർ അവിടെ എത്തുമ്പോൾ ചെക്കൻ സ്റ്റേജിൽ കയറിയിരുന്നു. അവനരികിലായി തന്നെ ഷാനു നിൽക്കുന്നുമുണ്ട്. അയാളുടനെ സ്റ്റേജിലേക്ക് കയറി. കാരണം ബോയ്സ് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. ഞാനും കൂടി ഉണ്ട്, കൈ പൊക്കി കാണിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ചെന്നത്. നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഷാനു ചോദിച്ചു. അത് പിന്നെ നിന്റെ പെങ്ങളെ കൊണ്ടുവരണ്ടേ? കൂടെ നിന്റെ പെണ്ണും എന്ന് പറയാൻ അവന് തോന്നിയില്ല. എന്നാൽ ഷാനു ഒരിക്കൽ പോലും നൂറ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല, അവളെ അന്വേഷിച്ചതുമില്ല. താൻ വന്നതറിഞ്ഞാൽ എന്റെ അടുത്തേക്ക് ഓടി വരും എന്ന് കരുതി അവനായി കാത്തിരുന്ന നൂറയ്ക്ക് നിരാശയായിരുന്നു ഫലം. സ്റ്റേജിലെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് കാറുമായി ബോയ്സ് എല്ലാവരും വീഡിയോ പിടിക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പോകുമ്പോൾ പോലും അവന്റെ കണ്ണുകൾ തന്നെ അന്വേഷിച്ചില്ല എന്ന് കണ്ട നൂറ സങ്കടം സഹിക്കാനാവാതെ മുകളിലേക്ക് ഓടിക്കയറി. ആരുമില്ലാത്ത ഒരു മുറിയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് വീണു.